Good morning friends, welcome back to the channel. നമ്മളന്ന് വന്നേക്കുന്നത് രാവിലെ ആയിട്ട് നമ്മൾ ഒരു ബ്രേക്ക്ഫാസ്റ്റ് വീഡിയോ ആയിട്ടാണ് നമ്മളന്ന് വന്നേക്കുന്നത്. നമുക്ക് സ്കൂളിൽ പോകുന്നവർക്ക് അല്ലെങ്കിൽ ഓഫീസിൽ പോകുന്നവർക്ക് സിംഗിളായിട്ട് താമസിക്കുന്നവർക്ക് വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് നമ്മുടെ ഉപ്മാവ് എന്ന് പറയുന്നത്. രാവിലെ എണ്ണയായിട്ടൊരു പ്രശ്നം ഒഴിച്ചു കഴിഞ്ഞാൽ വേറെ വളരെ എളുപ്പത്തിൽ നമുക്ക് മാക്സിമം ഒരു 10 മിനിറ്റ് ചെയ്ത് കഴിച്ചുകൊണ്ട് പോകാൻ പറ്റുന്ന, അല്ലെങ്കിൽ നമ്മൾ ലേറ്റായിട്ട് എണീറ്റ് കഴിഞ്ഞാലും നമുക്ക് എളുപ്പത്തിൽ ചെയ്ത് കഴിച്ചുകൊണ്ട് പോകാൻ പറ്റുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഐറ്റമാണ് നമ്മുടെ ഉപ്മാവ് എന്ന് പറയുന്നത്. അപ്പോൾ വേണ്ട, നമ്മുടെ ഉപ്മാവ് അവിടെ ചെയ്ത് റെഡിയാക്കി വെച്ചേക്കാണ്. നമുക്ക് എന്തായാലും ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. നല്ല സോഫ്റ്റാണ് സംഭവം. നമുക്ക് വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും. ഞാൻ ഇതിനകത്ത് 1-2 ഇൻഗ്രീഡിയൻസ് മാത്രമേ ഒന്ന് അഡീഷണൽ ചേർക്കുന്നുള്ളൂ. നിങ്ങൾക്കത് ചേർക്കണമെന്നില്ല, ഓപ്ഷനിലാണ്. നമുക്കിത് ഇല്ലെന്നുണ്ടെങ്കിൽ ഉപ്മാവ് ചേർക്കാം. അപ്പോൾ നമുക്ക് എന്തായിരുന്നാലും എങ്ങനെ ഉപ്മാവ് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാം എന്നൊരു വീഡിയോ നോക്കാം. നമുക്ക് കുറേ പേർക്ക് ഉപ്മാവ് എന്ന് പറയുമ്പോൾ ഈ ഉപ്മാവോ അതിന് എന്താ സ്പെഷ്യൽ ഇരിക്കുന്നതെന്ന് തോന്നും. എന്നാലും നമുക്ക് അറിയാത്ത പേരുണ്ടെങ്കിൽ അവർക്ക് ഹെൽപ്ഫുൾ ആയിക്കോട്ടെ. അതുപോലെ തന്നെ നമ്മൾ ഒറ്റയ്ക്ക് താമസിക്കുന്നത്, ഇപ്പം ഞാനൊക്കെ എഞ്ചിനീയറിങ് ചെന്നൈയിലൊക്കെ പഠിക്കുന്ന സമയത്ത് അവിടെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ നമ്മൾ തനിയെ ഉണ്ടാക്കി കഴിക്കുന്ന റൂമിൽ. അപ്പോൾ അങ്ങനെയുള്ളവർക്കൊക്കെ ഉണ്ടെങ്കിൽ അതൊരു ഹെൽപ്ഫുൾ ആവും എന്ന് ഓർത്തിട്ട് ഞാനിന്ന് രാവിലെ തന്നെ വീഡിയോ ചെയ്യുന്നത്. ഇന്ന് നമ്മുടെ വീട്ടിൽ ഉപ്മാവാണ്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾക്ക് എന്തായാലും അപ്പോഴും ഓർത്തപ്പോഴത്തേനും ഇതേപോലെ ആർക്കെങ്കിലും ഒന്ന് ഉപകാരമാകുന്നുണ്ടെങ്കിൽ ആയിക്കോട്ടെ എന്ന് കരുതിയിട്ടാണ് ഉപ്മാവിൻ്റെ വീഡിയോ ഇന്ന് രാവിലെ തന്നെ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ എന്തായാലും വീഡിയോ കാണുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമ്മുടെ ചാനലിലെ മറ്റ് വീഡിയോസ് ഉണ്ട്, അത് നിങ്ങൾ പോയി ഒന്ന് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്ക് വീഡിയോയിൽ കിടക്കാം. അപ്പോൾ ഉപ്മാവ് വയ്ക്കാനായിട്ട് നമുക്ക് വേണ്ടത് നമ്മളൊരു സവാളയാണ്. ഒരു പകുതി സവാള മതിയാവും. പിന്നെ നമുക്ക് ഇച്ചിരി തേങ്ങ വേണം, നമ്മുടെ കറിവേപ്പില, ഇച്ചിരി ഇഞ്ചി കൊത്തി അരിഞ്ഞത്, പിന്നെ നമ്മുടെ ഒരു 2 പച്ചമുളക് മതി. നമുക്ക് എരി ആവശ്യത്തിന് എടുത്താൽ മതി. പച്ചമുളക് എങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്ക് ഒരുപാട് എരി വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ എടുക്കാം, ഇല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചെടുക്കാം. അപ്പോൾ നമുക്ക് ഈ 3 ഇൻഗ്രീഡിയൻസ് ആണ് നമുക്ക് ആവശ്യം വേണ്ടത്. പിന്നെ നമുക്ക് വറ്റൽമുളക് ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം. പിന്നെ നമുക്കൊരു ഉഴുന്ന പരിപ്പ് വേണം, ഉറുദു ഡോൾ അത് വേണം. പിന്നെ നമുക്ക് ഉണക്കമുന്തിരി, അണ്ടിപ്പരിപ്പ്, എന്ത് വേണമെന്ന് നമുക്ക് ചേർക്കാം. അപ്പോൾ നമുക്ക് അതിന് മുമ്പേ നമുക്കൊരു പാൻ വെച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മുടെ പാനൊന്ന് ചൂടായി വരുമ്പോഴത്തേനും നമുക്കൊന്ന് പാനല്ല, നമ്മുടെ എണ്ണയൊന്ന് ചൂടായി വരുമ്പോഴത്തേനും നമുക്ക് കടുകിട്ട് പൊട്ടിച്ചു കൊടുക്കാം. കടുക് പൊട്ടിച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഉടനെ വേണ്ട സാധനം എന്ന് വെച്ചാൽ നമ്മളെ ഉഴുന്ന് പരിപ്പാണ്, നമ്മുടെ ഉറുദു ഡോൾ. അപ്പോൾ നമുക്ക് നമ്മുടെ ഉഴുന്ന് പരിപ്പ് ഒരു പിടി മതിയോ, പക്ഷെ നമുക്ക് ഇടുന്നതിന് മുമ്പ് ഒന്ന് ജസ്റ്റ് ഒന്ന് കഴുകി എടുത്താൽ നന്നായിരിക്കും. കാരണം അതിൽ ചെറിയ പൊടി ഉണ്ടാവും. അപ്പോൾ അതൊക്കെ പോകാനായിട്ട് ജസ്റ്റ് ഒന്ന് കഴുകി ഒന്ന് തുണി വെച്ചൊന്ന് തോർത്തെടുത്താൽ മതി. അപ്പോൾ നമുക്ക് ഉഴുന്ന് പരിപ്പ് ചേർത്ത് കൊടുത്തു. അത് കഴിഞ്ഞിട്ട് നമുക്ക് വേണ്ടത് നമ്മൾ അരിഞ്ഞ് വെച്ചേക്കുന്നത് നമ്മുടെ സവോള. ഞാൻ ഇങ്ങനെ പൊടിയായിട്ട് ഇങ്ങനെ ചെറിയ പീസായിട്ട് അരിയുന്നത് അങ്ങനെ ചെയ്യുന്നില്ല. ഇതിൽ നമുക്കിങ്ങനെ നീളത്തിന് കനം കുറഞ്ഞ് അരിഞ്ഞാലും മതി. അപ്പോൾ നമ്മൾ സവാള ഒത്തിരി അങ്ങ് എന്താ പറയുക മൂത്ത് പോകണ്ട, നമുക്ക് ജസ്റ്റ് ഒന്ന് വാടി വന്നാൽ മതി. അതാണ് നമ്മുടെ ഈ ഉപ്മാവിൻ്റെ ഒരു കണക്കെന്ന് പറയുന്നത്. ചിലവർക്ക് എന്താ പറയുക അങ്ങ് തീരെ കുഞ്ഞു കഷ്ണങ്ങളായിട്ട് അരിഞ്ഞിടണം. ഞാനിപ്പോൾ ഇങ്ങനെ ഇടുന്നുള്ളൂ. അത് നമ്മളിപ്പോൾ ഉണ്ടാക്കുന്ന ഉപ്മാവെന്ന് വെച്ചാൽ നമ്മൾ സാധാരണ ഹോട്ടലിൽ നിന്ന് മേടിക്കുന്ന ഇങ്ങനെ എന്താ പറയുക ഇങ്ങനെ കുഴഞ്ഞങ്ങനെ ഇരിക്കുന്ന ആ ഒരു ടൈപ്പല്ല, കുറച്ചൊന്ന് തരിയായിട്ട് പോലെ ഇരിക്കുന്ന ഒരു ടൈപ്പാണ് എനിക്കിഷ്ടം. അപ്പോൾ നമ്മൾ ഹോട്ടലിൽ നിന്നൊക്കെ, നമ്മൾ ഉടുപ്പി ഹോട്ടലിൽ നിന്നൊക്കെ വാങ്ങുന്ന പോലെ ഇങ്ങനെ എന്താ പറയുക ഇങ്ങനെ കുഴകുഴാന്നിരിക്കുന്ന ആ ഒരു ടൈപ്പ് എനിക്കിഷ്ടമല്ല. അപ്പോൾ നമുക്ക് ഉള്ളി ജസ്റ്റ് ഒന്ന് ചൂടായി വരുമ്പോഴത്തേനും നമുക്ക് അതിന് മുമ്പ് ഒരു നുള്ളു ഉപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നതിൻ്റെ കൂടെ തന്നെ നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ ഒരു ചെറിയ നുള്ളു മഞ്ഞൾപ്പൊടി. അപ്പോൾ നമുക്ക് ആ ഉപ്മാവിന് ചെറിയൊരു മഞ്ഞ ഷെയ്ഡ് വരാൻ വേണ്ടിയിട്ട് മാത്രമാണ് നമ്മൾ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് എണ്ണയിൽ നിന്ന് ചേർത്ത് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അത് കഴിഞ്ഞാൽ നമ്മുടെ ഇഞ്ചി ചേർത്ത് കൊടുക്കുക. നമ്മൾ നേരത്തെ അരിഞ്ഞ് വെച്ചേക്കുന്ന ഇഞ്ചി നമുക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ നമ്മൾ ഇഞ്ചിയുടെ ഒരു എന്താ പറയുക ഒരു പച്ചമുളക് മാറുമ്പോഴത്തേനും നമുക്ക് നമ്മൾ നേരത്തെ അരിഞ്ഞ് വെച്ചേക്കുന്ന നമ്മുടെ പച്ചമുളക് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ എരിവിനനുസരിച്ച് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ 2 പച്ചമുളകാണ് ചേർക്കുന്നത്. അപ്പോൾ നമ്മുടെ ഇഞ്ചിയും പച്ചമുളക് എണ്ണയിലൊന്ന് ജസ്റ്റ് ഒന്ന് ചൂടായി വരുന്നവരെ ഒന്ന് എന്താ പറയുക നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് നമുക്ക് ചെയ്യേണ്ടത് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചേക്കുന്ന നമ്മുടെ നാളികേരം ഈ ഒരു പിടി അത്രയും മതി. ഒരുപാട് നാളികേരത്തിൻ്റെ ആവശ്യമൊന്നുമില്ല. നമ്മൾ ഒരു പിടി ചേർത്ത് കൊടുത്താൽ മതി.
അതായത് നമ്മുടെ എണ്ണയിൽ നിന്ന് മൂത്ത് വരുമ്പോഴത്തേക്കും നല്ലൊരു ഫ്ലേവർ വരാൻ വേണ്ടിയിട്ട് നമ്മൾ നാളികേരം ചേർക്കുന്നത്. അത് ഓപ്ഷനിലാണ്, നമുക്ക് നിർബന്ധമൊന്നുമില്ല. ഇപ്പം നാളികേരം ഇല്ലെന്നുണ്ടെങ്കിലും നമുക്ക് മാവ് ചെയ്തെടുക്കാം. ഞാൻ വീഡിയോയിൽ നമുക്ക് 2-3 ഉപ്പുമാവിൻ്റെ വെറൈറ്റി ഉണ്ട്. നമ്മൾ പശുവിൻ പാൽ ചേർത്തും തേങ്ങാപ്പാൽ ചേർത്തും നമ്മൾ നാളികേരത്തിൻ്റെ പാൽ ചേർത്തുമൊക്കെ ഉപ്പുമാവ് വെക്കുന്നുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ അത് പിന്നത്തെ ഒരു അവസരത്തിൽ ഞാനത് അപ്ലോഡ് ചെയ്യാം. ഇപ്പോൾ നമുക്ക് വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നൊരു ഉപ്പുമാവാണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് ഇവിടെ നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് പാല് ചേർത്ത് ഉപ്പുമാവൊക്കെ ഉണ്ടാക്കാം. അത് കുറച്ചുകൂടെ സോഫ്റ്റ് ആയിരിക്കും. നെയ്യ് ചേർത്ത് ഉണ്ടാക്കാം. അതൊക്കെ നല്ല സോഫ്റ്റ് ആയിരിക്കും. എന്താ പറയുക നല്ല ഫ്ലഫി ആയിട്ടിരിക്കുന്ന നമ്മുടെ ഉപ്പുമാവായിരിക്കും. അപ്പോൾ നമ്മുടെ തേങ്ങയൊക്കെ ഒന്ന് നല്ല രീതിയിലൊന്ന് മൂത്ത് വന്നിട്ടുണ്ട്. മൂത്ത് വരണമെന്ന് വഴണ്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് 2 തണ്ട് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഇപ്പം നമ്മൾ കറിവേപ്പില ചേർത്ത് ആദ്യം കൊടുക്കാത്തതെന്ന് വെച്ചാൽ പെട്ടെന്ന് കരിഞ്ഞു പോകും. അതാണ് ഇപ്പം കറിവേപ്പില ചേർക്കുന്നത്. പിന്നെ നമുക്കിതിൽ ചേർക്കേണ്ട വെള്ളം, അത് സംഭവം എന്ന് വെച്ചാൽ നമ്മൾ തിളപ്പിച്ച വെള്ളം തന്നെ ചേർക്കണം. കാരണം ചൂടാക്കിയ വെള്ളം തന്നെ, നല്ല തിളപ്പിച്ച വെള്ളം തന്നെ നമ്മൾ ഉപ്പുമാവിൽ ചേർത്ത് കൊടുക്കാൻ ശ്രമിക്കുക. ചിലർ പച്ചവെള്ളം ചേർക്കും, ഞാൻ അങ്ങനെ ചേർക്കുന്നില്ല. തിളച്ച വെള്ളം ചേർക്കുന്നതാണ് കുറച്ചുകൂടെ നല്ലതെന്ന് പറഞ്ഞാൽ, നമ്മൾ ഏത് കപ്പിലാണോ റവ മെഷർ ചെയ്യുന്നത് അതിൻ്റെ സെയിം കപ്പിലായിരിക്കണം നമ്മൾ വെള്ളവും മെഷർ ചെയ്യുന്നത്. പിന്നെ വേണമെങ്കിൽ കുറച്ചും കൂടെ എന്താ പറയുക നനഞ്ഞ് ഫീലിംഗ് വേണമെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ വെള്ളം ഒരു 1/2 കപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഇപ്പം ഞാൻ നല്ല തിളച്ച വെള്ളമാണ് നമ്മൾ ഉപ്പുമാവിൽ ചേർത്ത് കൊടുക്കുന്നത്. നമുക്ക് ഈ സമയത്ത് വേണമെന്നുണ്ടെങ്കിൽ ഉപ്പൊന്ന് നോക്കിയിട്ട് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഞാൻ ഓൾറെഡി ഉപ്പ് ചേർത്ത് കൊടുത്ത് എനിക്കത് ഇപ്പോൾ ഓക്കെയാണ്. അപ്പോൾ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഇതിൻ്റെ കൂട്ടത്തിലൊന്ന് ഉപ്പ് നോക്കിയിട്ട് ഒന്ന് നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ വെള്ളം നേരത്തെ തിളച്ച വെള്ളമാണ്, എന്നാലും ഒന്ന് ജസ്റ്റ് ചൂടായി വരുമ്പോഴത്തേനും നമ്മുടെ എടുത്ത് വെച്ചേക്കുന്ന റവ, ഇതിപ്പോൾ നമ്മുടെ സാധാരണ ചായ കുടിക്കുന്ന ഗ്ലാസ്സിൽ 3 കപ്പ് ഗ്ലാസ് റവയാണ് ഞാൻ എടുത്തേക്കുന്നത്. അപ്പോൾ അതനുസരിച്ചുള്ള വെള്ളമാണ് നമ്മൾ എടുക്കേണ്ടത്. അപ്പോൾ ഇതിൻ്റെ എത്ര കപ്പ് റവയ്ക്ക് ഉള്ള വെള്ളം ഡീറ്റെയിൽസ് എല്ലാം ഞാൻ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം, നിങ്ങൾ നോക്കിയാൽ മതി. അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ സ്ക്രീനിൻ്റെ എവിടെയെങ്കിലും സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഉണ്ടാവും. അപ്പോൾ നമ്മുടെ ഇട്ട് കൊടുത്ത റവയും നമ്മുടെ വെള്ളമായിട്ട് ഇതേപോലെ നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. അപ്പോൾ നമുക്ക് ഇനി ഇതിൻ്റെ അകത്ത് റവ ഒന്നും അറിയേണ്ട ആവശ്യമില്ല. കാരണം ആ റവ ഒന്ന് വെന്ത് വരുമ്പോഴത്തേനും നമ്മുടെ വെള്ളമൊക്കെ വറ്റി സെറ്റായി കിട്ടിക്കോളും. അപ്പോൾ നമ്മൾ എന്താ പറയുക സ്പൂൺ വെച്ച് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ വേണ്ടി നമ്മുടെ ഉപ്പുമാവെല്ലാം ഒന്ന് നല്ല രീതിയിൽ ഒന്ന് എന്താ പറയുക ഒന്ന് സെറ്റായി വരും. അപ്പോൾ നമുക്ക് അതിൻ്റെ ചെറിയ കട്ടയൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് നമ്മുടെ സ്പൂൺ കൊണ്ടൊന്ന് ഉടച്ചു കൊടുത്താൽ മതി. ഇപ്പോൾ നമ്മുടെ ഉപ്പുമാവ് എല്ലാം റെഡിയായി വെച്ചേക്കാണ്. ഇനി നമുക്ക് ചെയ്യേണ്ട ഒന്ന് ജസ്റ്റ് ഒന്ന് നമ്മൾ അടച്ച് വെക്കുന്നത് വെച്ചാൽ അപ്പം ബാക്കിയുള്ളത് ആ ചൂടിലിരുന്ന് അങ്ങ് വെന്ത് സെറ്റായിക്കോളും. നല്ല സോഫ്റ്റായിട്ട് വരാൻ വേണ്ടിയിട്ട് നമ്മളൊന്ന് അടച്ച് വെക്കുന്നത്. അപ്പോൾ ഇപ്പോൾ ഒരു 10 മിനിറ്റ് കഴിഞ്ഞ് നമുക്ക് അടപ്പ് തുറന്ന് നോക്കാം. അപ്പോൾ നല്ല സെറ്റായിട്ട് നമ്മുടെ നല്ല സോഫ്റ്റായിട്ട് ഇങ്ങനെ വന്നിരിപ്പുണ്ട്. കാരണം ബാക്കിയുള്ളത് നമ്മുടെ ആ ചൂടിൽ തന്നെ ഇരുന്ന് വേകുമ്പോഴത്തേനും കുറച്ചും കൂടെ സോഫ്റ്റ് ആവും ഉപ്പുമാവ്. ഇനി നമുക്ക് ചെയ്യേണ്ട ഒരു ഫോർക്ക് ഉപയോഗിക്കുക, അല്ലെങ്കിൽ നമ്മുടെ നേരത്തെ ഉപയോഗിക്കുന്ന സ്പൂൺ ഉപയോഗിച്ചിട്ട് നല്ല രീതിയിലൊന്ന് ഇളക്കി നമുക്ക് അതിൻ്റെ കട്ടയൊക്കെ ഒന്ന് ഉടച്ചു കൊടുത്ത് നമുക്ക് കഴിക്കാനായിട്ട് എടുക്കാം. ഇതേപോലെ സ്പൂൺ വെച്ചൊന്ന് ഉടച്ചു കൊടുത്ത്, അല്ലെങ്കിൽ ഫോർക്ക് ഉണ്ടെങ്കിൽ അതാണ് കുറച്ചും കൂടെ ഈസി എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഫോർക്ക് ഉപയോഗിക്കുന്നില്ല. നമ്മുടെ ഈ സ്പൂൺ ഉപയോഗിച്ച് തന്നെ ഒന്ന് എന്താ പറയുക ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ തന്നെ നമ്മുടെ കട്ടയൊക്കെ ഒന്ന് ഉടഞ്ഞു കിട്ടും. അപ്പോൾ നമുക്ക് എന്തായാലും നമ്മുടെ ഉപ്പുമാവിൻ്റെ കട്ടയൊക്കെ ഉടച്ച് നമ്മൾ മാറ്റി വെച്ചേക്കാണ്. ഇനി നമുക്ക് സെർവിങ് ബൗളിലേക്ക് മാറ്റാം. നമുക്ക് ഉപ്പുമാവിനോട് കഴിക്കാനായിട്ട് നമുക്ക് കറി ഉപയോഗിക്കാം. ചട്നി എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ഉപയോഗിക്കാം. അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് കറി വേണമെങ്കിലും നമുക്ക് ഇതിൻ്റെ കൂടെ കഴിക്കാമെന്നുള്ളതാണ്. അല്ലെങ്കിൽ നമുക്ക് പഴം ഉണ്ടെങ്കിൽ അതായാലും മതി. അപ്പോൾ നമുക്ക് എന്തായാലും നമ്മുടെ ഉപ്പുമാവ് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഞാനിവിടെ കഴിക്കാനായിട്ട് ഇതിൻ്റെ ഒരു കോമ്പിനേഷൻ എടുത്തേക്കെന്ന് വെച്ചാൽ നമ്മൾ അധികം പഴുക്കാത്ത നേന്ത്രപ്പഴമാണ് സംഭവമൊക്കെ നമ്മളിവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം.
അപ്പോൾ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ഞങ്ങളുടെ ഈ സിമ്പിളായിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഞങ്ങളെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതോടൊപ്പം നമ്മൾ ഈ ഉപ്മാവിൻ്റെ റെസിപ്പി നിങ്ങളൊന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. ഇതിപ്പോൾ ഒരുപാട് പേർക്ക് അറിയാമെന്നുണ്ടായിരിക്കും. ഞാൻ ഉദ്ദേശിക്കുന്നത് നമ്മൾ യങ്സ്റ്റേഴ്സായിട്ട് കോളേജിലൊക്കെ പഠിക്കുന്നവർക്ക്, റൂമിലും ദൂരെ താമസിക്കുന്നവർക്കൊക്കെ വളരെ എളുപ്പത്തിൽ റൂമിൽ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ നമ്മുടെ ജോലിക്കൊക്കെ പോകുന്നവർക്ക് സിംഗിളായിട്ട് റൂമൊക്കെ എടുത്ത് താമസിച്ച് ജോലിക്ക് പോകുന്നവർക്ക് ഇത്തിരി ലേറ്റായി എണീക്കുന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ്. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ ഫ്രണ്ട്സ്.